നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാൻ വന്നത് വൃശ്ചികക്കൂറ് നക്ഷത്രം, അതായത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത്. എന്താണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ. അതായത് ധനം വന്നു ചേരും, ഏതെങ്കിലും മാർഗേനയൊക്കെ നമുക്ക് മനസ്സ് സന്തോഷിക്കാവുന്ന രീതിയിലൊക്കെ ധനം വന്നു ചേരും, അതിന് ബുദ്ധിമുട്ടില്ല. ജോലി ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലാണെങ്കിലും അതിൽ വാങ്ങിച്ചിട്ട് തിരിച്ചു തരുന്നതാണെങ്കിലും ഏതൊക്കെ രീതിയിലാണെങ്കിലും ധനാഗമനം ഉണ്ടാകും, അതിനകത്ത് സംശയമില്ല. അത് വലിയൊരു സത്യമാണ്, അല്ലെങ്കിൽ വലിയൊരു അനുഭവമാണ് ഈ ആഴ്ചയിൽ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതല്ലാതെ അനവധി വിഷമസന്ധികളുണ്ടാവും. പ്രധാനം സന്താനങ്ങളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ അലോഹ്യങ്ങൾ വന്ന് ചേരും, ആൾക്കാരായിട്ട് കലഹിക്കേണ്ട അവസ്ഥ വന്ന് ചേരും, അല്ലെങ്കിൽ സന്താനങ്ങളായിട്ട് നമുക്ക് അവരോട് കലഹിക്കേണ്ട അവസ്ഥ കാര്യങ്ങൾ വന്ന് ചേരും. അതൊരു പ്രധാന ഘടകം. പിന്നെ പറയുകയാണെങ്കിൽ അനാവശ്യ കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചേരും. ഈ നാളുകാർ അനാവശ്യ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചേരും. വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാരെ ഒരാവശ്യമില്ലാത്ത അനാവശ്യ കൂട്ടുകളിൽ ചെന്ന് ചേരും. അതിലൂടെ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള എന്തെങ്കിലും മാനഹാനികൾ സംഭവിക്കും, വിഷമസന്ധികൾ ഉണ്ടാവും, സങ്കടാനുഭവങ്ങൾ ഉണ്ടാവും, അപവാദങ്ങൾ വന്ന് ചേരും. അതിനൊക്കെ സാധ്യതയുണ്ട് ഈ ആഴ്ച. അതുപോലെ ശാരീരികമായിട്ട് ഏതെങ്കിലും രീതിയിലൊക്കെ അവരുടെയൊക്കെ ചതവ് ഒടിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വാസ്തവത്തിലേ അനാവശ്യമായിട്ടുള്ള കുറേ കൂട്ടുകെട്ടുകളും അനാവശ്യമായിട്ടുള്ള യാത്രകളും വന്ന് ചേരും വിശാഖം, അനിഴം, തൃക്കേട്ടക്കാർക്ക്. അപ്പോൾ അതിലൂടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ഒടിവ്, ചതവ്, വ്രണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, ഉണ്ടാകും. അത് കർശനമാണ് എന്താണെങ്കിലും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പറയണമെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലയിൽ, ജോലി ചെയ്യുന്ന മേഖലയിൽ, വിശാഖം, തൃക്കേട്ടക്കാർ ജോലി ചെയ്യുന്ന മേഖലയിൽ വിഷമസന്ധികൾ ഉണ്ടാവും. ആരെങ്കിലൊക്കെയായിട്ട് ലോഹ്യങ്ങൾ വന്ന് ചേരും. ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തികൾ ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ വന്ന് ചേരും. അതിനെ ചൊല്ലി അതും ഇതും കാര്യങ്ങളിലൊക്കെ ബഹളങ്ങൾ ഉണ്ടാവും. ഇതിനൊക്കെ സാധ്യതയുണ്ട് ഈ ആഴ്ചയിൽ. ജോലി തടസ്സങ്ങൾ ഉണ്ടാവില്ല, ജോലി തടസ്സങ്ങൾക്കൊന്നും സാധ്യതയില്ല. ജോലിയൊക്കെ ഭംഗിയായിട്ട് നടക്കും. സംരംഭങ്ങളാണെങ്കിലും അതൊക്കെ നന്നായിട്ട് ഓടും. പിന്നെ കൃഷി കാര്യങ്ങളാണെങ്കിലും കച്ചവട കാര്യങ്ങളാണെങ്കിലൊക്കെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ കലഹങ്ങൾ ഏതെങ്കിലും രീതിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ വന്ന് ചേരും. അതിനൊക്കെ നല്ല രീതിയിൽ സാധ്യതകളുണ്ട്. പിന്നെ ദാമ്പത്യ ജീവിതം, ഇങ്ങനത്തെയൊക്കെ സന്തോഷസ്ഥിതി വന്ന് ചേരും. ദാമ്പത്യ ജീവിതത്തിലൊക്കെ അത്യാവശ്യം സന്തോഷങ്ങളും സമാധാനമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. ഭാര്യ ഭർത്തക്കന്മാരൊക്കെ ആയിട്ടൊക്കെ ഉള്ള ലോഹ്യങ്ങളൊക്കെ മാറി ലോഹ്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ പുതിയ വീട്, സ്ഥലങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതൊക്കെ നടക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്ന് ചേരും. പല രീതിയിൽ അവർക്ക് അഭിവൃദ്ധികൾ വന്ന് ചേരും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വീട് കാര്യങ്ങൾ വാങ്ങിക്കാനോ സ്ഥലം കാര്യങ്ങൾ വാങ്ങിക്കാനൊക്കെ സാധിക്കും. നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഭാഗ്യസ്ഥിതിയാണ്. പിന്നെ പറയണമെങ്കിൽ അവരുടെ ഗൃഹത്തിൽ ചിലപ്പോൾ മോഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാരുടെ വീടുകളിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും സാമഗ്രികൾ നമ്മളറിയാതെ അപഹരിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും രീതിയിൽ ചെറിയ മോഷണങ്ങളായിട്ടാണ് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥയുണ്ട് ഈ ആഴ്ചയിലെ. അപ്പം അതും ശ്രദ്ധിക്കണം. എങ്ങോട്ട് യാത്ര പോകണമെങ്കിലും വീടും പരിസരമൊക്കെ ശ്രദ്ധിക്കണം, സുരക്ഷിതമായിട്ടിടണം. എന്തെങ്കിലും സാമഗ്രികൾ നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മളെ കയ്യിൽ നിന്ന് ആരെങ്കിലും അപഹരിച്ചുകൊണ്ട് പോകാനുള്ള ഒരവസ്ഥയുണ്ട് ഈ ആഴ്ച. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ പറയുകയാണെങ്കിൽ
യാത്രകൾ അനവധി ഉണ്ടാവും. അതിന് ഭാഗ്യമുണ്ട്. യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്ന് ചേരും. അതിപ്പോൾ കാറിലാണെങ്കിലും ടൂ വീലറാണെങ്കിലൊക്കെ നമുക്ക് യാത്രകൾ ചെയ്യാനുള്ള കുറച്ച് അവസരങ്ങൾ വന്ന് ചേരും. നല്ല നല്ല പല ബന്ധങ്ങളും വന്ന് ചേരും. നമുക്ക് ബന്ധങ്ങൾ നല്ലതും വന്ന് ചേരും. അതുപോലെ തന്നെ കുറച്ച് അനാവശ്യ കൂട്ടുകെട്ടുകളും ഈ സന്ദർഭത്തിൽ വരും. അത് ആ അനാവശ്യ കൂട്ടുകെട്ട് വഴി ഏതെങ്കിലും അപകീർത്തി കാര്യങ്ങളിലൊക്കെ ചെന്ന് ചേരും. അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും നല്ല കുറച്ച് കൂട്ടുകാരും നല്ല നല്ല ബന്ധങ്ങളും ഈ ആഴ്ചയിൽ പല രീതിയിലും പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെയുണ്ട്. പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഡിയോ അങ്ങനെയൊക്കെയുള്ള ചില സംരംഭങ്ങളിൽ നടക്കുന്ന ആൾക്കാർക്ക് അല്പം വിഷമസന്ധ്യ ഉണ്ടാവും. അവർക്ക് ചില കാര്യങ്ങളിൽ അപകീർത്തി വരാനും ജോലി തടസ്സം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അത് ഈ ഫോട്ടോ വീഡിയോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളായിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ വിശാഖ കേട്ടക്കാർക്കൊക്കെ അല്പം വിഷമസന്ധിക്ക് സാധ്യതയുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോഹ്യങ്ങൾ വരാനും ജോലിയിൽ നിന്ന് മാറ്റം ഉണ്ടാവാനൊക്കെ ഉള്ള ഒരവസ്ഥയുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവരുടെ ഈ കുടുംബം, ദാമ്പത്യ ജീവിതം, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് ലോഹ്യങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ വിശാഖ കേട്ടക്കാർ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാവും. വിദ്യയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ അവർക്ക് തടസ്സം നേരിടും. ചില വയ്യായ്കൾ കൊണ്ടൊക്കെ ചില തടസ്സങ്ങൾ നേരിടും. ചില സ്വമേധയുള്ള അവനവൻ്റെ മടി കാര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഒക്കെ ഉണ്ടാവും. അതിനും സാധ്യതയുണ്ട് ഈ ആഴ്ച. പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് നടക്കും. അത് തീർച്ചയാണ്. ഈ വിശാഖ കേട്ടക്കാരൊക്കെ വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ നടക്കും. വിദേശത്ത് പോകാനും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അഭിവൃദ്ധി വന്ന് ചേരും. അതിനൊക്കെയുള്ള അവസ്ഥകളുണ്ട് ഈ ആഴ്ചയിൽ. ശ്രമിച്ചതൊക്കെ നടക്കും. വിവാഹാദി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വിവാഹാര്യങ്ങളൊക്കെ വന്ന് ചേരും. വിശാഖ കേട്ടക്കാർക്ക് വിവാഹങ്ങൾ വന്ന് ചേരാനും അതൊക്കെ പെട്ടെന്ന് ഉറപ്പിക്കാനും ഉടനെ പുറകെ നടത്താനൊക്കെ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല കാര്യങ്ങളും കുറച്ച് ദോഷങ്ങളൊക്കെ ഉള്ള സമയമാണ് ഈ 1-2 ആഴ്ചക്കാലം ഈ വിശാഖ കേട്ടക്കാർക്ക് ഉണ്ടാകും. അപ്പം ഇനിയിപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് മോചനം കിട്ടാനും മാർഗങ്ങളുണ്ട്. ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവതിക്ക് കടുംബായുസം, അതുപോലെ തന്നെ സഹസ്രനാമാർച്ചന എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കുക. അത് ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ നല്ലതാണ്. സഹസ്രനാമാർച്ചന, അതുപോലെ തന്നെ കടുംബായുസം വഴിപാട് എന്നിവ കഴിച്ച് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താം. അതിലൂടെ കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് മോചനം കിട്ടും. ഈ നാളുകാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ എവിടെയെങ്കിലും നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കഴിക്കുക, അത് നല്ലതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ കഴിക്കുക ഈ നാളുകാർ, അത് നല്ലതാണ്. ഒരു 3 മാസക്കാലം നാളെ വരുന്ന ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ചകളിലാണ് പോയിട്ട് നവഗ്രഹ പൂജ കഴിക്കുക. അത് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. സാധിക്കുന്ന ആൾക്കാർ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് കരിക്കഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക, കൂടമാല നടത്തി പ്രാർത്ഥിക്കുക. അതും ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. കൂവളമാല ചാർത്തി പ്രാർത്ഥിക്കുക, കരിക്കാഭിഷേകം കഴിച്ച് പ്രാർത്ഥിക്കുക മഹാദേവന്. ഇങ്ങനെയൊക്കെ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. സാധിക്കുന്ന ആൾക്കാർ ഗുരുവായൂർ ദർശനം നടത്തി പ്രാർത്ഥിക്കുക, അതും വളരെ വിശേഷമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ നാളുകാർക്ക് വളരെ വിശേഷമാണ് ഗുരുവായൂർ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ മാറാൻ നല്ലത്. എന്താണെങ്കിലും ഭഗവാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുരിതങ്ങളും ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ശ്രീ മഹാദേവൻ മാറ്റിത്തരട്ടെ. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരും. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.